വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. സാക്ഷ്യപേടകം സ്ഥാപിച്ച ദിവസം തന്നെ മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അതങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നയിടത്ത് അവർ പാളയമടിക്കും. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിന് മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിന് മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു. അവിടുത്തെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ദിവസമോ 1 മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിന് മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയം മടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. കർത്താവിന് മോശ വഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. ഈശോയിൽ സ്നേഹമുള്ള പ്രിയരെ, ഇസ്രായേൽ ജനം വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായിട്ട് ദൈവം അവരുടെ കൂടെ നടന്ന ഇതിൻ്റെ വിവരണമാണ് നാം കേട്ടത്. എത്രയേറെ കരുതലോടാണ് ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്. യാത്ര അസൗകര്യമാകും എന്ന് തോന്നുന്ന ദിവസങ്ങളിലും മാസങ്ങളോളം ചിലപ്പം യാത്ര പുറപ്പെടാതിരുന്നു. അതിന് കാരണം ഒരു പക്ഷേയെങ്കിൽ മരുഭൂമിയിലെ പ്രകൃതിയിൽ വലിയ കാറ്റ്, പൊടിക്കാറ്റുണ്ടാകുമ്പം യാത്ര അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ മേഘം ഉയരാതെ അവർക്ക് തണൽ നൽകി അവരെ അവിടെ കാത്തു സൂക്ഷിച്ചു. രാത്രി അവർക്ക് വെളിച്ചത്തിന് അഗ്നിസ്തംഭവും നൽകി. പ്രിയമുള്ളവരെ, രായും പകലും നടന്ന ദിനങ്ങളുണ്ടെന്നാണ് പറയുക. അതിപ്പോൾ ദൈവം അവർക്ക് വേണ്ടതുപോലെ കൃത്യമായിട്ടും അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. കുഞ്ഞിനെ തള്ള പരിപാലിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ കോഴി തൻ്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെയോ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയോ ഒക്കെ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ ജനത്തെ ദൈവം പരിപാലിച്ചു. പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നവർക്ക് കൃത്യസമയത്ത്, നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കൃത്യസമയത്ത് അവൻ നമ്മളെയും സഹായിക്കും. പക്ഷേ പലപ്പോഴും ഇസ്രായേൽക്കാർ ദുശാഠ്യക്കാരായ ജനമെന്ന് പറയുന്നു എങ്കിൽ പോലും അവർ നോക്കുക, മാസങ്ങളോളം അവർ കൂടാരത്തിൽ തന്നെ യാത്ര പുറപ്പെടാതിരുന്നു. കാരണം കർത്താവ് പറയുമ്പോൾ മാത്രമേ അവർ യാത്ര പുറപ്പെടുത്തുള്ളൂ എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ബലിയർപ്പണത്തിലൊക്കെ പോയാൽ 1 മണിക്കൂർ ലേറ്റായി കഴിഞ്ഞാൽ, അല്ല 10-15 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ നമ്മളൊക്കെ അസ്വസ്ഥരാകുന്നത് കാണാം. ദൈവത്തിൻ്റെ ദിനമാണെന്നും അന്ന് കർത്താവിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണെന്നും അറിയാമെങ്കിലും നമ്മൾ നമ്മുടെ സ്വാർത്ഥതയിൽ മാത്രം മുഴുകിപ്പോകുന്ന അവസ്ഥ, അത് വിഗ്രഹാരാധനയാണ്. ദൈവത്തിന് സമർപ്പിതമാണെങ്കിൽ ദൈവം പറയുന്നത് പോലെ അനുസരിക്കാൻ നമുക്ക് പറ്റണം. അതല്ലാതെ പോകുന്നതൊക്കെ നമ്മളുടെ തന്നെ വിഗ്രഹാരാധന. നമ്മളിലെ ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ വിഗ്രഹമാണ്. ദൈവം പറയുന്നതനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്താൽ, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും പുറപ്പെട്ടാൽ അവിടെയൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പ് നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഏത് കാര്യത്തിനും
ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് അവൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കുവാനും ഓരോ കൊച്ചു കൊച്ചു സ്റ്റെപ്പ് പോലും അങ്ങനെ എടുക്കുവാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ.